അതൊന്നുമില്ല. ആതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിന് പരിക്കേറ്റ് കഴിയുന്ന കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിൽ നിന്ന് ഒരു കുംകിയാനയെ എത്തിച്ചു. വിക്രം എന്ന കുംകിയാനയെ രാവിലെ 7 മണിയോടുകൂടിയാണ് ഏഴാറ്റുമുഖം പ്ലാന്റേഷനിൽ എത്തിച്ചത്. ഈ പ്രദേശത്ത് കാട്ടാനകൾ കൂടുതലായി വിഹരിക്കുന്നുണ്ട്. ഇവരുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണ് ഫെൻസിംഗ് ഉള്ള അംഗൻവാടിയിലേക്ക് കുംകിയാനയെ മാറ്റിയിരിക്കുന്നത്. ഇനി 2 കുംകിയാനയെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സമാന്തരമായിട്ട് കോടനാട് കൂടും ഒരുങ്ങുകയാണ്. ഇത് രണ്ടും സജ്ജമായി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഓപ്പറേഷൻ ആരംഭിക്കും. അതായത് ആനയെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. ഇന്ന് രാവിലെ ഈ മസ്തകത്തിന് മുറിവുമായി കഴിയുന്ന കാട്ടാന ഏഴാറ്റുമുഖത്ത് ജനവാസ മേഖലയിലേക്ക് എത്തി. ഏഴാറ്റുമുഖത്തെ ആൻഡോ എന്ന വ്യക്തിയുടെ പറമ്പിലാണ് കണ്ടത്. ഈ പറമ്പിലുള്ള വാഴ, കവുങ്ങ് ഉൾപ്പെടെയുള്ളവ ഇവ ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ഭക്ഷണം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു ആശ്വാസം നൽകുന്നതായിരുന്നു ഇന്നത്തെ കാഴ്ച. അദ്ദേഹത്തിൻ്റെ പറമ്പിലെ വസ്തുക്കളാണ് നശിപ്പിച്ചതെങ്കിൽ കൂടിയും ആന ഈ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിരുന്നു. ഏകദേശം 3 മണിക്കൂറോളം ആന ഈ സ്ഥലത്ത് നിലയുറപ്പിച്ചു. അത്രയ്ക്ക് ഫീലിംഗ് ആണ്. അതിന് വിശപ്പാണ് ഏറ്റവും കൂടുതൽ. ഇത്രയും ആളുകൾ ജനം അടുത്ത് കൂടിയിട്ടും അവർ സമാധാനമായിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. നല്ല കൊലകളൊക്കെയാണ് ഓടിച്ച് കളയനെ. എന്ത് ചെയ്യാൻ പറ്റും? ആനയുടെ മസ്തകത്തിലെ മുറിവ് തെളിഞ്ഞ് കാണാൻ കഴിയുമായിരുന്നു. വലിയ മുറിവിന് ഒരു വലിപ്പം വെച്ചിട്ടുണ്ട്, ആ വ്രണത്തിന് വലിപ്പം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈച്ചയിരിക്കുന്ന അവസ്ഥയിലുമാണ്. അവശനായി തന്നെയാണ് കാണപ്പെട്ടിട്ടുള്ളത്. 2 ദിവസത്തിനകം ഈ ആനയെ മയക്കുവെടിച്ച് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ. ബിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്.